അങ്ങനെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായ കാന്താര OTT റിലീസായിട്ടുണ്ട്. ഞാൻ പടം കണ്ടു. ഇനിയിപ്പോൾ പതുക്കെ പടം ഓവർ ഹൈപ്ഡ് ആയിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നു തുടങ്ങും. എന്തുകൊണ്ട് ആൾക്കാർ അത് അന്ന് പറഞ്ഞില്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ പേഴ്സണലി എനിക്കത് കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര സുഖിച്ചില്ല. സെക്കൻഡ് ഹാഫാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് സുഖിക്കാത്തതിന് കാരണം ഭയങ്കര ഫ്ലാറ്റ് ആയിരുന്നു. നമ്മൾ കണ്ടുമടുത്ത കാര്യങ്ങൾ തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. അതൊരു നെഗറ്റീവായിട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ബിൽഡപ്പ് ചെയ്യുന്നത് ആ ഒരു കഥയായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കും. കാരണം ഈ രാജഭരണവും അവരുടെ കൊള്ളരുതായ്മകളും കാര്യങ്ങളും അതിനെതിരെ നേരിടുന്ന നായകനും കൂട്ടുകാരും, സോ ആ ഒരു ഇത് വന്നത് നമ്മൾ കുറേ കണ്ടേക്കണതായതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അവിടെ കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ പടം സെക്കൻഡ് ഹാഫിലോട്ട് കയറുമ്പോൾ നമ്മുടെ കാന്താരയുടെ ഒരു സെറ്റപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പടം വേറൊരു സ്കെയിലിലേക്ക് നീങ്ങുന്നുണ്ട്. ഫുൾ പിന്നെ ഓണാണ്. പിന്നെ ഞെട്ടിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന സെക്കൻഡ് ഹാഫിൽ ഒരുക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഒട്ടും തന്നെ ബോറടിയില്ല. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. വളരെ മികച്ചൊരു സെക്കൻഡ് ഹാഫായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് മെയിനായിട്ട് അഭിനയിച്ചാണ് ആൾക്കാരാണ്. ഋഷഭ് ഷെട്ടി, രുക്മിണി വാസന്ത്, പിന്നെ ജയറാമേട്ടൻ. എൻ്റെ പൊന്ന് ജയറാമേട്ടൻ, ഞങ്ങൾക്ക് ഇതാണ് വേണ്ടത് നിങ്ങളിൽ നിന്ന്. നിങ്ങൾ എന്തായാലും കേരളത്തിന് പുറത്ത് പോയിട്ട് ഓരോ റോളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റോളുകൾ ചെയ്യുക. ഇതിനകത്തൊക്കെ തീപ്പൊരു റോളാണ് നിങ്ങൾ പൊളിയാണ്. പക്ഷെ നിങ്ങൾ ആ റെട്രോ, പിന്നെ ഈ പറയുന്ന ശങ്കറിൻ്റെ മറ്റേ പടം ഗെയിം ചേഞ്ചർ, ഇതിനകത്തൊക്കെ ചെയ്തു വെച്ചേക്കുന്ന റോൾ എന്താണ്? അതൊക്കെ അങ്ങനെയും ദൈവത്തെ ഓർത്ത് ഇനി അങ്ങനത്തെ പരിപാടികളൊന്നും പിടിക്കല്ലേ. നിങ്ങൾ ഇതുപോലത്തെ കിടിലൻ റോൾസ് ചെയ്യുക. ഇത് നമുക്കിത് മതി, ഇതാണ് വേണ്ടത്, നിങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഇതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിന് എടുത്തു പറയേണ്ട പോസിറ്റീവ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ വിഷ്വൽസ്. പടം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സ്കെയിൽ ഭയങ്കര നല്ല രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽസ് നമുക്ക് ഇതിൽ കിട്ടും. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഒരുപാട് വലിയ ഇലക്ട്രോണിക് മ്യൂസിക് അല്ലെങ്കിൽ ഗൂസ് ബംസ് എന്ന സാധനങ്ങളൊന്നും അല്ല. കാന്താര ഫസ്റ്റ് കണ്ടവർക്ക് അറിയാം അതിൻ്റെ ഒരു മ്യൂസിക് എങ്ങനെയാണെന്നുള്ളത്. അതേ രീതിയിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തും വരുന്നത്. നല്ല ഗൂസ് ബംസ് എന്തായാലും കിട്ടുന്നുണ്ട്. നല്ല കിടിലൻ മ്യൂസിക്കാണ്. സീനോട് ചേർന്ന് നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ VFX ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ബോറായിട്ട് തോന്നിയത് ആ ബ്രഹ്മരക്ഷസിനെ കാണിക്കുന്ന സീൻസ് ആണ് കുറച്ച് ബോറായിട്ട് തോന്നിയത്. മേ ബി ആ സീൻസ് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നായിരിക്കാം ഈ ബഡ്ജറ്റിൽ, അറിയില്ല. പക്ഷേ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് കുറച്ച് കോമഡി പീസായി പോയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പലരും അതിശയം എന്നൊക്കെ പറഞ്ഞു കേട്ടു. ആ രീതിയിലുള്ള ഒരു സാധനമാണ് അതും. ശരിക്കും പറഞ്ഞാൽ ആ ബ്രഹ്മരക്ഷസിന്റെ സീൻ അവിടെ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അത്ര ആവശ്യമുള്ള സാധനം അല്ലായിരുന്നു. എന്നാലും പടത്തിന്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി കാണിച്ചതായിരിക്കാം, അറിയില്ല. പിന്നെ രുക്മിണി വാസന്ത് ശരിക്കും ഞെട്ടിച്ചു. ഞാനൊരു ടിപ്പിക്കൽ നായിക കഥാപാത്രം ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാനിരുന്ന് കണ്ടത്. പക്ഷെ പുള്ളിക്കാരത്തിൻ്റെ ആ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളും എല്ലാം കിട്ടില്ലായിരുന്നു. ആ സ്ക്രീൻ പ്രസൻസ് പുള്ളിക്കാരത്തേക്ക് ഉണ്ടായിരുന്നു. അത് നിലനിർത്താൻ പറ്റിയ ക്യാരക്ടർ പുള്ളിക്കാരത്തി നമ്മളെ കൊണ്ട് കൺവിൻസ് ചെയ്യിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് നന്നായിട്ട് തന്നെ പുള്ളിക്കാരത്തി അത് ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലനായിട്ട് ഏതാ രാജാവായിട്ട് നിന്ന പുള്ളി, അയാള് ഒരു നിർഗുണ കഥാപാത്രമായിട്ടാണ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത്. പക്ഷെ പുള്ളിയുടെ ആ ഒരു കാട്ടിലായിട്ട് കയറിയിട്ടുള്ള പരിപാടിയൊക്കെ വളരെ നൈസായിട്ട് തോന്നി. കിടലായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ പടം ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഇച്ചിരി, ഞാൻ പറഞ്ഞല്ലോ, ഇച്ചിരി ലോ ആണ്. പിന്നെ ഇവർ ആ ഉൾക്കാട്ടിലായിട്ടൊക്കെ കയറി അങ്ങ് തുടങ്ങും തൊട്ടാണ് പിന്നെ പടം ഒന്ന് ക്ലച്ച് ആവുന്നത്. പിന്നെ പടം അങ്ങ് കയറി അങ്ങ് പോവുക. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് വരെ പടം ഒരൊറ്റ പോക്കാം. ഫസ്റ്റ് ഹാഫ് എനിക്കെന്തോ അത്ര ഫീൽ ചെയ്തില്ല അങ്ങോട്ട് ഒന്നും തന്നെ. ഒരുമാതിരി ആ ഫസ്റ്റ് ആ രഥം ഉരുണ്ടു പോണ സീനൊക്കെ, രഥം പണിതുകൊണ്ടിരിക്കുന്ന രഥവന്മാർ കയറൊക്കെ കെട്ടി തൂങ്ങിപ്പോകുന്നതും അതൊക്കെ ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തോ എനിക്ക് അത്രയും അങ്ങോട്ട് സൂചിച്ചില്ല. അതിനകത്ത് ആ ഫസ്റ്റ് ഹാഫിൽ വന്ന കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് ഒട്ടും വർക്കായില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ആ സംഗപ്പൻ്റെ കുറേ വിറ്റുകളൊക്കെ എനിക്ക് കുറച്ച് രസമായിട്ട് തോന്നി. അയാളുടെ കുറച്ച് ഡയലോഗ് ഡെലിവറിയൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. പക്ഷേ അതിന് മുന്നേ കാണിച്ചതൊന്നും എനിക്ക് അത്ര സൂചിച്ചൊന്നുമില്ല. ഏകദേശം ഇതൊക്കെയാണ് പടത്തിൻ്റെ ഒരു വൈബ്. അപ്പോൾ പടം കണ്ടവരും കാണാൻ പോകുന്നവരും കണ്ടിട്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക. കാന്താര കാണാത്തവർ OTT റിലീസായിട്ടുണ്ട്, കാണുക. കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ.